ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള നെയ്യടയാണ് ഉണ്ടാക്കുന്നത്. ഇത് കണ്ണൂർ തലശ്ശേരി ഭാഗത്തെല്ലാം ഫേമസ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇത് ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ്. ഇതുപോലെ ഇങ്ങനെ ലെയറായിട്ടാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിൽ 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. കപ്പില്ലാത്തവരാണെങ്കിൽ ഗ്ലാസ്സിൽ മെഷർ ചെയ്താൽ മതി. പിന്നെ അതിലേക്ക് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1/2 കപ്പ് നോർമൽ പാല്, ചൂടൊന്നും ആക്കണ്ട, സാധാ പാലൊഴിച്ചാൽ മതി. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം വെള്ളവും പാലും കൂടി കൂട്ടിയിട്ട് ടോട്ടൽ 1 കപ്പാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് മിക്സി ജാറിൽ അടിച്ചിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതേ മിക്സിയിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൂസിലാണ് നമുക്ക് ബാറ്റർ റെഡിയാക്കേണ്ടത്. അധികം ലൂസും അല്ല, അധികം കട്ടിയും അല്ലാത്ത ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം കേട്ടോ. അപ്പോൾ അത് നമുക്കിനി മാറ്റി വെക്കാം. എന്നിട്ട് മിക്സി ജാറിലേക്ക് നമുക്കൊരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളതാണെങ്കിൽ 3 എണ്ണം മതി. ചെറിയ മുട്ടയാണെങ്കിൽ 4 മുട്ട എടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ആ ഒരു കറക്റ്റ് പാകത്തിന് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ 3 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്ന മധുരം ആദ്യത്തെ ബാറ്ററിലായാലും രണ്ടാമത്തതിലായാലും ഒരു മീഡിയം മധുരമാണ് കേട്ടോ. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് നമുക്ക് നല്ല പാകത്തിനുള്ള മധുരമാണ്. പിന്നെ ഇതാ ഞാൻ കുറച്ച് ഫുഡ് കളർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് കളറിന് പകരം നിങ്ങൾക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നല്ലോണം അടിച്ചെടുത്തിട്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ മൈദേൻ്റെ ഒരു ബാറ്ററും പിന്നെ ഇതാ മുട്ടൻ്റെ ഒരു ബാറ്ററും, അങ്ങനെ 2 ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നാണ്. കേക്ക് ടിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ടിഫിൻ ബോക്സോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതെടുത്താൽ മതി. അതിലേക്ക് നമുക്കിതുപോലെ നന്നായിട്ട് നെയ്യ് തടവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ഈ കേക്ക് ടിൻ ഉണ്ടല്ലോ അത് നമുക്ക് ഇതിൻ്റെ മേലെ വെച്ചിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കിയ മൈദൻ്റെ മിക്സിൽ നിന്ന് 1-2 സ്പൂണ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാ സ്ഥലത്തും ഒരേപോലെ വരുന്ന രീതിയിലാക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10-15 സെക്കൻഡ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേഗം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ആദ്യത്തെ ലെയർ സെറ്റായിട്ട് കിട്ടും. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് 1-2 സ്പൂണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാ സ്ഥലത്തും ഒരുപോലെ ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10-15 സെക്കൻഡ് വേവിക്കാം. എന്നിട്ട് വീണ്ടും ഇത് തുറന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് നെയ്യ് തടവി കൊടുക്കാം. നെയ്യ് ഇതുപോലെ എല്ലാ സ്ഥലത്തും നന്നായിട്ട് തടവിയതിന് ശേഷം നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ മൈദേൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് ഒരു 10-15 സെക്കൻഡ് വേവിക്കാം. എന്നിട്ട് പിന്നെ നെയ്യ് തടവിയതിന് ശേഷം വീണ്ടും നമ്മൾ മുട്ടേൻ്റെ മിക്സ് അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഓരോ ലെയറിലും ഇതുപോലെ നെയ്യ് തടവി കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ലാസ്റ്റത്തെ ലെയർ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ലാസ്റ്റത്തത് മുട്ടേൻ്റെ ലെയറാണ് ഒഴിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മുന്തിരി ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നട്ട്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് മൊത്തത്തിലൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ നെയ്യട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂടെല്ലാം പോകാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ചൂടെല്ലാം പോയതിന് ശേഷം ഇതുപോലെ സൈഡെല്ലാം ഒന്ന് വിട്ട് കൊടുത്തതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ലെയറായിട്ട് നമുക്ക് കിട്ടും. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ കണ്ണൂർ തലശ്ശേരി സ്പെഷ്യലായിട്ടുള്ള നെയ്യട ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.